സമ്മർ സ്ലാം 2024 വേണ്ടിയിട്ട് ഒരു സൈഡിലൂടെ കോഡി റോഡ്സ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള ഒരു മാച്ചും മറ്റൊരു സൈഡിലൂടെ വേറെ ഒരു മാച്ചും കൂടി വരുന്നുണ്ട്. ആ ഒരു മാച്ച് ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള ഒരു മാച്ച് തന്നെയാണ്. കൂടുതൽ പേരും കാത്തിരിക്കുന്നത് ഗുന്തർ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ട് സമ്മർ സ്ലാമിൽ മാറുമെന്ന് തന്നെയാണ്. എന്നാൽ ആര് മാറുന്നതാണ് ഏറ്റവും കൂടുതൽ നന്നായിരിക്കുക? ഗുന്തർ പുതിയ ചാമ്പ്യനായി മാറുന്നതാണോ അതോ ഡാമിയൻ പ്രീസ്റ്റ് വീണ്ടും ചാമ്പ്യനായി തുടരുന്നതാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യമായി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സെത്ത് റോളിൻസ് ആയിരുന്നു ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഡ്രൂ മെക്കിനിയർ വളരെ കുറച്ചു നേരം ചാമ്പ്യനായിരുന്നു. അതിനുശേഷം ഡാമിയൻ പ്രീസ്റ്റ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തുകൊണ്ട് ചാമ്പ്യനായി മാറുകയുണ്ടായി. പിന്നീട് ഡാമിയൻ പ്രീസ്റ്റിന്റെ ഒരു റൺ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കിങ് ഓഫ് ദ റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഇവന്റിൽ വിജയിച്ചതിന് ശേഷം ഗുന്തറിന് സമ്മർ സ്ലാം 2024 ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കാം എന്നുള്ളത് തന്നെയായിരുന്നു WWE പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള ഒരു മാച്ച് സമ്മർ സ്ലാം 2024 ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നതും. സെത്ത് റോളിൻസ് വേൾഡ് ചാമ്പ്യനായിട്ട് തുടരുന്ന സമയത്ത് തന്നെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായിട്ട് ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു ഗുന്തർ WWE നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ റെസൽമേനിയ 40 തന്നെയായിരുന്നു ഗുന്തർ അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് അവിടെ തോറ്റിട്ടുണ്ടായിരുന്നതും. ഇപ്പോഴത്തെ ഗുന്തറിന്റെ പെർഫോമൻസ് കാണുന്ന സമയത്ത് തന്നെ ഒരുപാട് നാളത്തേക്ക്, അതായത് ലോങ് ടേമിലേക്ക് WWE കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഗുന്തർ എന്ന് പറയുന്നത്. ഗുന്തറിനെ WWEയുടെ ചരിത്രത്തിൽ ആകെ 4 പേർ മാത്രമേ തോൽപ്പിച്ചിട്ടുള്ളൂ. അദ്ദേഹം വന്നത് മുതൽ അദ്ദേഹത്തിന്റെ ഇംപീരിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടീമിന്റെ ലീഡറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. NXT UK ടൈറ്റിൽ ഒരുപാട് നാളുകൾ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനുമായിരുന്നു ഗുന്തർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുന്തർ WWEയിൽ ഒരു വിധത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകളും ഇല്ലാതെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം WWEയിൽ ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് കയ്യിൽ കൊണ്ട് നടന്നിട്ട് തന്നെയാണ്. ചാമ്പ്യൻഷിപ്പ് ഇല്ലാത്ത ഗുന്തറിന്റെ സമയവും ചാമ്പ്യൻഷിപ്പ് ഉള്ള ഗുന്തറിന്റെ സമയവും നമ്മൾ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ഗുന്തറിന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇൻ റിംഗ് പെർഫോമൻസിൽ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഗുന്തറിന്റെ മൈക്ക് സ്കില്ലും അടിപൊളി തന്നെയാണ്. ഗുന്തർ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതുപോലെ മാത്രം പറയുന്ന ഒരു റെസ്ലറായിട്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹീൽ ക്യാരക്ടറായിട്ട് തന്നെ WWEക്ക് ഗുന്തറിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഗുന്തറിന് WWE വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആവശ്യമാണോ? ശരിക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗുന്തർ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുന്തർ ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് നാളുകൾ ഗുന്തർ തന്നെയായിരിക്കും ചാമ്പ്യനായി തുടരുക. ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുണ്ടായിരിക്കും. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വെച്ച് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഗുന്തറിന് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും റോമൻ റെയിൻസിന്റെ അത്രയൊന്നുമില്ല എന്നുണ്ടെങ്കിലും എന്നാലും അതിന്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് റൺ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്ത് ഒരുപാട് നാളുകളായിട്ട് ചാമ്പ്യന്മാരെല്ലാവരും തന്നെ ലോങ് റണ്ണുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റോമൻ റെയിൻസ് ആയിക്കോട്ടെ, സെത്ത് റോളിൻസ് ആയിക്കോട്ടെ, റിയ റിപ്ലേ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഒരുപാട് നാളുകൾ വേൾഡ് ചാമ്പ്യനായിട്ട് തുടർന്നവർ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഗുന്തറിന് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കാണികൾക്ക് അത്രത്തോളം ഇഷ്ടമാകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഗുന്തറിന്റെ കയ്യിലേക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടുന്ന സമയത്ത് അത് ശരിക്കും ഒരു കിടിലൻ ചാമ്പ്യൻഷിപ്പ് ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് ഗുന്തറിനുണ്ട്. ഗുന്തറിന്റെ കയ്യിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു ലെവലിലുള്ള വാല്യൂ ഉണ്ടായിരുന്നു. സെത്ത് റോളിൻസ് വേൾഡ് ചാമ്പ്യനായി നിന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു വാല്യൂ ശരിക്കും ആ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ല സ്റ്റോറി ലൈനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെത്ത് റോളിൻസിന്റെ കയ്യിൽ നിന്നും അത് പോയി ഡാമിയൻ പ്രീസ്റ്റിന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ വളരെയധികം മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈനിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള മാച്ചുകൾ തന്നെയായിരുന്നു ഡാമിയൻ പ്രീസ്റ്റ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഡാമിയൻ പ്രീസ്റ്റിന്റെ സ്റ്റോറികളെല്ലാം തന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു കിഡിലൻ സ്റ്റോറി അവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റാരും തമ്മിലല്ല, ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള ഒരു ഫ്യൂഡ് തന്നെയാണ്. WWEയിൽ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആദ്യത്തെ യൂണിവേഴ്സൽ ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്ന താരം തന്നെയായിരുന്നു ഫിൻ ബാലർ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു പുഷ് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡാമിയൻ പ്രീസ്റ്റിനെതിരെ അദ്ദേഹം മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഫിൻ ബാലർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു ഫ്യൂഡ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഫ്യൂഡ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഫ്യൂഡിൽ വിജയിച്ചുകൊണ്ട് ഫിൻ ബാലർ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായി മാറുകയാണെന്നുണ്ടെങ്കിൽ WWEക്ക് ഇതിലും വലിയ സ്റ്റോറി കിട്ടാനില്ല. ഗുന്തറിനെ കൊണ്ട് ഒരുപാട് നാൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ട് മത്സരിപ്പിക്കുന്നതിനേക്കാൾ നല്ലതായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് ഈ ഒരു ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള സ്റ്റോറി ലൈൻ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഗുന്തറിന് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈറ്റിൽ ആവശ്യമില്ല. അദ്ദേഹം ആ ടൈറ്റിൽ ഇല്ലാതെ തന്നെ WWEയിൽ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ ഡാമിയൻ പ്രീസ്റ്റിനെ ഇപ്പോൾ ചെറുതായിട്ട് ആ ഒരു ടൈറ്റിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള ആ ഒരു ഫ്യൂഡിനും ഈ ഒരു ടൈറ്റിൽ നിർബന്ധമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എൻ്റെ പിക്ക്, അതായത് സമ്മർ സ്ലാം 2024 ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയിക്കേണ്ടത് ഡാമിയൻ പ്രീസ്റ്റ് തന്നെയാണ്. സമ്മർ സ്ലാമിന് ശേഷം ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള ഒരു ഫ്യൂഡ് അവിടെ
നടക്കണം എന്നുള്ളതും തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.